3 in 1 മെഷീനാണ് ഇതിൻ്റെ പേര്. അതായത് ഒരു മണിക്കൂറിൽ ഇതിനകത്ത് 1000 ബുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മാൻ പവർ വളരെ കുറച്ച് മതി. റോ മെറ്റീരിയൽ എന്ന് പറയുമ്പം ഈ ബണ്ടിലായിട്ടാണ് പേപ്പർ നമ്മൾ കുന്നംകുളത്തുനിന്ന് മേടിക്കുന്നത്. ഈ വീഡിയോ കണ്ട് ബുക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ 100 ഡേയ്സ് ബിസിനസ് ഐഡിയ ചലഞ്ചിൽ 47ാമത്തെ ബിസിനസ് ഐഡിയയായ ബുക്ക് ബിസിനസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. അതിനായി നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ മേവനക്കോണം എന്ന സ്ഥലത്തിലെ JD ബുക്സിലാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചും കണ്ടും മനസ്സിലാക്കാം. സർ, ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ജയരാജൻ എന്നാണ്. ഞാൻ ഇപ്പം ഇവിടെ കല്ലുവാതുക്കൽ മേവനക്കുണം എന്ന പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഒരു യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം ആയിട്ടേ ഉള്ളൂ. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ്? യൂണിറ്റിന്റെ പേര് JD നോട്ട്ബുക്ക് എന്നാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു നോട്ട്ബുക്ക് മേക്ക് ചെയ്യുന്നതെന്ന് നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേപ്പർ കൗണ്ട് ചെയ്യുക. എത്ര പേജ് എന്നുള്ള പേജിനനുസരിച്ച് പേപ്പർ കൗണ്ട് ചെയ്ത് അതിനകത്ത് ഇൻഡെക്സും റാപ്പറും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ ഈ മെഷീൻ്റെ ഭാഗത്തോട്ട് ഇതിനകത്തോട്ട് ജസ്റ്റ് വയ്ക്കുക. വച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്ക്വയർ ചെയ്ത് ബുക്കായിട്ട് വെളിയിൽ വരും. അത് 3 in 1 മെഷീനാണ് ഇതിൻ്റെ പേര്. അതായത് 3 മെഷീനും കൂടെ ചേർന്ന് വരുന്ന ഒരു മെഷീനാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാൻ പവർ വളരെ കുറച്ച് മതി. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. ഈ മെഷീൻ എവിടെ കിട്ടും? ഈ മെഷീൻ ഇപ്പം അതായത് ഇത് ഡൽഹിയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ. ഇതിന്റെ റോ മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റാപ്പർ ഇത് ഇവിടെ ഡിസൈൻ ചെയ്തതിന് ശേഷം ശിവാശിക്ക് അയച്ചു കൊടുക്കും. ശിവകാശിയിൽ അയച്ചു കൊടുത്തതിൻ്റെ PDF ശിവകാശിയിൽ അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് അവിടുന്ന് അവരയച്ചു തരും. അങ്ങനെയാണ് ഇത്. ഇപ്പം പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ കുന്നംകുളത്ത് പേപ്പർ ഫാക്ടറിയിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതും പേപ്പറെല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി A ക്ലാസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഇപ്പം ബുക്കായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് ബാക്ക് ഇതേ കണക്ക് സ്ക്വയർ ചെയ്ത് ബുക്കായിട്ട് ഇവിടെ വരും. ബുക്കായിട്ട് ഇവിടെ വന്നതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കട്ടിങ് മെഷീനിലോട്ട് പോവാം. കട്ടിങ് മെഷീനിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എത്ര 10 ബുക്കുകൾ വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം നേരെ പാക്കിംഗ് സെക്ഷനിലോട്ട് പോവുകയാണ്. ഇതാണ് പാക്കിംഗ് സെക്ഷൻ. പാക്കിംഗ് സെക്ഷൻ മീൻസ് റാപ്പർ ചെയ്യുക. റാപ്പർ മീൻസ് 10 ബുക്കുകൾ ഇതിനകത്ത് വെച്ചിട്ട് ഈ കവർ പ്ലാസ്റ്റിക് കവറുണ്ട് ഇതിൻ്റെ പേര് എൽസീലർ എന്നാണ് ഈ മെഷീൻ്റെ പേര്. ഇത് വെച്ചതിന് ശേഷം പഞ്ച് ചെയ്ത് വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷം അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ടണൽ എന്നാണ് ഈ മെഷീൻ്റെ പേര്. ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് കോയിലാണ്. അതിനകത്തൂടെ ഈ പ്ലാസ്റ്റിക് ഉരുവി അതിൻ്റെ ഈ രൂപത്തിൽ ആയിട്ട് ബുക്ക് നമുക്ക് പാക്ക് ചെയ്ത് വെളിയിൽ വരും. നമുക്ക് ഇങ്ങനെയാണോ ഈ റോ മെറ്റീരിയൽസ് കിട്ടുന്നത്? റോ മെറ്റീരിയൽ എന്ന് പറയുമ്പം ഈ ബണ്ടിലായിട്ടാണ് പേപ്പർ നമ്മൾ കുന്നംകുളത്തുനിന്ന് മേടിക്കുന്നത്. അത് ഈ രൂപത്തിലാണ് വരുന്നത്. ഈ രൂപത്തിൽ വന്നതിന് ശേഷം ഇതിനെ നമ്മളെ സൈസിനനുസരിച്ച് പേപ്പർ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് നമ്മൾ ഇൻഡെക്സും റാപ്പറും വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. എല്ലാ ടൈപ്പ് പേപ്പറും ഉണ്ട്. അതായത് സ്കൂൾ സൈസിൻ്റെ വെള്ള, സിംഗിൾ ലൈന്, 2 ലൈന്, 4 ലൈന്, മാക്സിൻ്റെ സ്ക്വയർ. പിന്നെ ക്രൗൺ സൈസ് എന്ന് പറയുന്നത് കിങ് സൈസ് എന്നും പറയും, ക്രൗൺ സൈസ് എന്നും പറയും. ആ ക്രൗൺ സൈസിൻ്റെ ഇപ്പം വെള്ളയും ഉണ്ട്, പിന്നെ സിംഗിൾ ലൈനും ഉണ്ട്. പിന്നെ A4 സൈസ് ബുക്കുണ്ട്. A4 സൈസിൻ്റെ വെള്ളയും സിംഗിൾ ലൈനും ഉണ്ട്. നമുക്ക് ഈ ഒരൊറ്റ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് പല ടൈപ്പിലുള്ള ബുക്കുകൾ മേക്ക് ചെയ്യാൻ പറ്റും. അതെ, ഈ ഒരു മെഷീനകത്ത് തന്നെയാണ് ഇപ്പം ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ സൈസ്, പിന്നെ കിങ് സൈസും A4 സൈസും. കിങ് സൈസ് എന്ന് വെച്ചാൽ ക്രൗൺ സൈസ്. ഈ 3 സൈസും ഈ ഒറ്റ മെഷീനിൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര ബുക്ക് വരെ? അതായത് 1 മണിക്കൂറിൽ ഇതിനകത്ത് 1000 ബുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. 1 മണിക്കൂറിൽ. എങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഹോൾസെയിൽ റേറ്റിന് ഇവിടെയും സപ്ലൈ ചെയ്യുന്നുണ്ട്.
പിന്നെ ആൾക്കാർ പിന്നെ നമ്മളടുത്ത് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസിന് എടുത്തും കൊണ്ടും പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പോയി കണ്ട് പിന്നെ സാമ്പിളുകൾ കാണിച്ചതിന് ശേഷം ഇനി ഓർഡറുകൾ പിടിച്ച് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതുമാണ്. ഈ വീഡിയോ കണ്ട് ബുക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ നമുക്കൊരു ഇതിൻ്റെ പ്രൈസ് നമ്മൾ MRPന്ന് ഒരു 30 തൊട്ട് 38% വരെ, അതിലെന്ന് പറയുന്നത് 2% നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കും കൂടെയാണ് ഈ 2% ആഡ് ചെയ്തത്. അല്ലെങ്കിൽ 30 തൊട്ട് 36%, 2% വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്കും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സിന് ഒരുപാട് മാൻ പവറിന്റെ ആവശ്യമുണ്ടോ? ഈ മെഷീൻ ആണെങ്കിൽ നമുക്ക് മാൻ പവർ വളരെ കുറച്ച് മതി. അത് പിന്നെ മാൻ പവർ വളരെ കുറച്ച് മതി എന്ന് പറയുന്നത് ഈ 3 മെഷീനും കൂടെ ചേർന്ന് വരുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് നമുക്ക് മാൻ പവർ മറ്റുള്ള യൂണിറ്റുകളിൽ നമുക്ക് മെഷീനിൽ ഒരു 8 പേര് ആണെങ്കിൽ നമുക്കിത് ഒരു 3 പേരിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒരു 3 പേരുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്ത് പോകാൻ പറ്റും. അത് ഒരു മണിക്കൂറിൽ നമുക്കൊരു 1000 ബുക്ക് വരെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ഇപ്പോൾ പിന്നെ നമ്മൾ അടുത്തുള്ള 2 പേര് ഉണ്ട്. അവർ 2 ഇവരാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് നോക്കിക്കൊണ്ട് പോകുന്നത്. സാർ, ഈ ഷെൽഫിൽ ഇരിക്കുന്ന ബുക്കെല്ലാം ഓർഡർ ആയിരിക്കുവാണോ? ഈ ബുക്കുകളെല്ലാം ഓർഡർ അനുസരിച്ച് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഈ സെൽഫി ഇരിക്കുന്നതും അതേ കണക്ക് തന്നെ ഇതിൻ്റെ പില്ലറ്റിൻ്റെ മേളിൽ ഇരിക്കുന്നതെല്ലാം പിന്നെ ഓർഡർ അനുസരിച്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ വൈഫും അതിനൊക്കെ മൂത്ത മോന് ഇളയാള് ഇവരും കൂടെ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റേ ബുക്ക് എടുത്തു കൊടുക്കുന്നത് കൂടുതലും ഇയാൾ വന്ന് ചെയ്യും. പിന്നെ റാപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ട്. പിന്നെ മൂത്ത ആളിന്റെ പേര് വിഘ്നേഷ് എന്നാണ്, ഇളയാളിന്റെ പേര് വിവേക് എന്നാണ്, ഭാര്യ ധന്യ എന്നാണ്. ഇത്രയും നേരം ബുക്ക് മാനുഫാക്ചറിങ് എന്നെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് സാറിനും സാറിന്റെ ഫാമിലിക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.